Audio Jungle. Audio Jungle. മോർ വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ദേ രാവിലെ എഴുന്നേറ്റു. അപ്പോൾ രാവിലെ എഴുന്നേറ്റ് ആദ്യമേ ഉള്ള ജോലിയാണ് കേട്ടോ എൻ്റെ പാത്രം എല്ലാം എടുത്ത് വയ്ക്കൽ. തലേ ദിവസം ഈ കഴുകിയെല്ലാം ഈ കൊട്ടയ്ക്കകത്ത് ഞാൻ എടുത്ത് വെച്ചായിരുന്നു. അപ്പോൾ അത് കൊട്ട നിറഞ്ഞിട്ട് പിന്നെ ആ താഴത്തും കൂടി ഞാൻ എല്ലാം വെച്ചായിരുന്നു. എനിക്കതെടുത്ത് രാത്രി തന്നെ വെക്കാനുള്ള സമയം കിട്ടിയില്ല. പിന്നെ കിച്ചണൊക്കെ ഒതുക്കി രാവിലെ പിന്നെ കിടന്നുറങ്ങി. പിന്നെ രാവിലെ എഴുന്നേറ്റ് എല്ലാം എടുത്ത് വയ്ക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ അതൊക്കെ എല്ലാം എടുത്ത് വയ്ക്കുവാണ്. അങ്ങനെ എടുത്ത് വയ്ക്കുവാണെങ്കിൽ പിന്നെ നമുക്ക് കഴുകുന്ന പാത്രങ്ങളെല്ലാം ഈ കൊട്ടയിലായിട്ട് എടുത്ത് വെച്ചാൽ പിന്നെ എളുപ്പം. അല്ലെങ്കിൽ പിന്നെ ഇതവിടെ ഇരുന്ന് പിന്നെ അതിൽ നിന്ന് ഓരോന്നൊക്കെ എടുത്ത് നമുക്ക് അത്യാവശ്യം വേണ്ടതെല്ലാം ഉണ്ടാവുമല്ലോ, അതിനകത്തുനിന്ന് എടുത്ത് പിന്നെ ഓരോന്ന് പിന്നെയും ചെയ്യാൻ നിൽക്കണം. അപ്പോൾ അത് കാരണം രാവിലെ ഞാൻ അതൊക്കെ എടുത്ത് എല്ലാം അതാത് സ്ഥലത്തെടുത്ത് വയ്ക്കുവാണ്. അപ്പോൾ ഇന്ന് രാവിലെ ഞങ്ങൾ ഉണ്ടാക്കുന്നത് പുട്ടും കടലയാണ് കേട്ടോ. അപ്പോൾ പുട്ടും കടലയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ പൊടിയൊക്കെ എടുത്ത് നനച്ചൊക്കെ വെച്ചു. പിന്നെ കടല ഞാൻ വെള്ളത്തിൽ ഇട്ടായിരുന്നു. അപ്പോൾ കുക്കറിനകത്ത് വേഗം കടലയൊക്കെ എടുത്ത് ഇന്നപ്പോൾ അച്ചുകൂട്ടന് പരീക്ഷയുണ്ട്. അപ്പോൾ അച്ചുകൂട്ടന് പരീക്ഷയ്ക്ക് പോകണം. അപ്പോൾ ഉച്ച ആകുമ്പോഴത്തേക്കും എനിക്ക് ചോറും കറിയെല്ലാം റെഡിയാക്കി അച്ചുവിന് എപ്പോഴും ഊണ് കൊടുക്കുന്ന പോലെ തന്നെ ഊണ് കൊടുത്തിട്ട് വേണം വിടാനായിട്ട്. അപ്പോൾ പുട്ടൊക്കെ രാവിലെ തന്നെ ഇച്ചിരി നേരത്തെ എഴുന്നേറ്റായിരുന്നു. അപ്പോൾ രാവിലെ തന്നെ കറികളൊക്കെ വെക്കാമെന്ന് വിചാരിച്ചു. പിന്നെ അമ്പുക്കുട്ടൻ ഇപ്പോൾ ഈയിടെ കൊണ്ട് ആൾ രാവിലെ കുറച്ച് നേരം ഉറങ്ങും. പിന്നെ ആൾ ഉച്ച കഴിയുമ്പോഴാണ് ഉറങ്ങുന്നത്. പിന്നെ അതേപോലെ തന്നെ ആൾ ഓക്കറിൽ ഇരിക്കാനും ഇപ്പം ഇത്തിരി മടിയാണ് ആൾക്ക്. കൂടുതലും അവന് ഇങ്ങനെ ഇരുന്ന് കളിക്കണം, ആ ഒരു ഇതൊക്കെയാണ്. അപ്പോൾ രാവിലത്തെ സമയം എനിക്ക് കുറച്ച് സമയം അവൻ ആ ഓക്കറിൽ ഇരിക്കുന്ന ടൈമിന് എനിക്ക് കിച്ചണിലെ ജോലികൾ വേഗം തീർക്കണം എന്ന് ഞാൻ വിചാരിച്ചേക്കാണ്. അപ്പോൾ ഞാൻ കുക്കറിൽ കടല ഇട്ടു. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇഞ്ചിയും വെളുത്തുള്ളിയും സവാളയൊക്കെ അരിഞ്ഞ് അപ്പോൾ വേവിക്കാൻ വേണ്ടി വെച്ചു ഞാൻ. അപ്പോൾ ഇപ്പുറത്ത് ഞാൻ പുട്ടുണ്ടാക്കാൻ വേണ്ടിയിട്ട് അതും കൂടി വെച്ചു. വെള്ളം ഞാൻ ആദ്യമേ വെച്ചായിരുന്നു. പിന്നെ തേങ്ങ പെട്ടെന്ന് തിരുമ്മി വെള്ളം തിളച്ച് വരുമ്പോഴത്തേക്കും എടുത്ത് വെക്കാമെന്നുള്ള ഇതിൽ പെട്ടെന്ന് തന്നെ. അപ്പോൾ തേങ്ങ പൊട്ടിക്കാൻ നോക്കിയിട്ട് എന്താണെന്നറിയില്ല, ഭയങ്കര പാടായിരുന്നു തേങ്ങ പൊട്ടിക്കാൻ നോക്കിയിട്ട്. ഏതായാലും പൊട്ടിച്ചൊക്കെ എടുത്തു. അപ്പോൾ ഞാൻ തേങ്ങയൊക്കെ എടുത്ത് തിരുമ്മി വെള്ളം തിളച്ച് വരുമ്പോഴത്തേക്കും നമുക്ക് പെട്ടെന്ന് തന്നെ അപ്പോൾ തേങ്ങയിട്ട് പൊടിയിട്ട് പെട്ടെന്ന് വെക്കാമല്ലോ എന്നുള്ള ഇതിൽ ഞാൻ വേഗം വെച്ചായിരുന്നു. അങ്ങനെ വെള്ളം തിളച്ചപ്പോഴത്തേക്കും പുട്ടും വേകാൻ വേണ്ടി വെച്ചു. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് തന്നെ ഞാൻ തേങ്ങ തിരുമ്മിയപ്പോൾ ഞാൻ മോരുകറിയും കൂടി വെക്കാനുള്ള ഇതിൽ മോരുകറിക്കും കൂടിയുള്ള തേങ്ങ ഞാൻ തിരുമ്മിയായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ മോരുകറിക്ക് അരച്ചൊക്കെ വെച്ചായിരുന്നു. അങ്ങനെ ആദ്യത്തെ പുട്ടൊക്കെ ആയി. ലാസ്റ്റുള്ള പുട്ടും കൂടി ഞാനപ്പോൾ എടുത്ത് വയ്ക്കുവാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ കടലക്കറി വെക്കാൻ വേണ്ടിയിട്ട് ചട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ചട്ടി ഞാനെപ്പോഴും കടലക്കറി വെക്കുന്നത് ഞാൻ ഇതിക്ക് മുമ്പത്തെ വീഡിയോയിലൊക്കെ കാണിച്ചിട്ടുണ്ട്. കാരണം ഞാൻ കടലക്കറി വെക്കുന്ന ഫുള്ളായിട്ടുള്ള വീഡിയോ ഒന്നും എടുത്തില്ല. കുറച്ച് തേങ്ങാപ്പാലും കൂടിയൊക്കെ പിഴിഞ്ഞൊഴിച്ചു. കടലക്കറി റെഡിയായി. അപ്പോൾ മോരുകറിക്ക് വേണ്ട എല്ലാം എടുത്ത് കടുകൊക്കെ വറുത്ത് മോരുകറി അവിടെ റെഡിയായി. പിന്നെ ഇന്ന് ഒരു കോവയ്ക്ക മെഴുക്ക് പുരട്ടിയാണ് വെക്കുന്നത്. അപ്പോൾ കോവക്ക മെഴുക്ക് പുരട്ടി വെക്കാൻ വേണ്ടിയിട്ട് കോവയ്ക്കൊക്കെ അരിഞ്ഞെടുത്തു. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും സവാളയും കൂടി ഇട്ട് കൈകൊണ്ട് നല്ലപോലെ കുറച്ച് മുളക് പൊടിയും കൂടി എടുത്തായിരുന്നു. കൈകൊണ്ട് നല്ലപോലെ എടുത്ത് തിരുമ്മിയിട്ട് എണ്ണ ചൂടായി കഴിയുമ്പോൾ അതിലോട്ടിട്ട് അങ്ങനെയാണ് ഞാൻ കോവക്ക മെഴുക്ക് പുരട്ടി വെച്ചത്. നല്ല കോവക്ക മെഴുക്ക് പുരട്ടിയായിരുന്നു. ഇതിക്ക് മുമ്പ് ഇങ്ങനെ ഒരു പ്രാവശ്യം വെച്ചിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടായിരുന്നു. അപ്പോൾ ഞാൻ വീണ്ടും അതുപോലെ തന്നെ വെച്ചത്. പിന്നെ ഒരു പപ്പടവും കൂടി വറുക്കണം. പിന്നെ അച്ചാറുണ്ട്. അപ്പം ഇന്ന് മോരുകറിയും കോവക്ക മെഴുക്ക് പുരട്ടിയും പപ്പടവും അച്ചാറും ഇതാണ് ഞങ്ങളുടെ ഇന്നത്തെ കറി വയ്ക്കൽ. പിന്നെ പ്രത്യേകിച്ചൊന്നും ഞാൻ വയ്ക്കുന്നൊന്നുമില്ല. അപ്പോൾ ഇതെല്ലാം റെഡിയായിട്ട് വേണം എനിക്ക് ഫുഡ് കഴിക്കാനായിട്ട്. അപ്പം ഞാൻ കോവക്ക വെച്ചു. പിന്നെ തീയൊന്ന് കുറച്ച് വെച്ചിട്ട് ഞാൻ പിന്നെ അപ്പുറത്ത് അടുപ്പിലോട്ട് വെച്ചിട്ട് പപ്പടവും കൂടി വറുക്കാൻ വേണ്ടി എണ്ണയൊക്കെ ചട്ടി വെച്ച് എണ്ണയൊക്കെ ഒഴിച്ചു. അങ്ങനെ പപ്പടമൊക്കെ വറുത്ത് എല്ലാം റെഡിയായി. പിന്നെ അച്ചുവിന് ഫുഡ് കൊടുത്താൽ മതിയല്ലോ. അപ്പോൾ അച്ചൂസ് ഈ സമയം ആയപ്പോഴത്തേക്കും പെട്ടെന്ന് ഉടുപ്പൊക്കെ യൂണിഫോമൊക്കെ ഇട്ട് അവിടെ ഇരിക്കുന്നുണ്ട്. വെയിറ്റ് ചെയ്തൊക്കെ ഇരിക്കുവാണ്. സമയമായിട്ടില്ല, ആകുന്നതേ ഉള്ളൂ. എന്നാലും അവിടെ ആൾ പരീക്ഷ ആയതുകൊണ്ട് അവന് ചെറിയൊരു ടെൻഷനൊക്കെ ഉണ്ട്, സമയം പോകുമെന്നൊക്കെ ഓർത്ത്. അപ്പോൾ അത് കാരണം എന്നോട് ഉടുപ്പൊക്കെ മാറിക്കോട്ടെ, യൂണിഫോം ഇട്ടോട്ടെ എന്ന് വെച്ചപ്പോൾ അങ്ങനെയൊക്കെ ഇട്ടു. പിന്നെ ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് ഞാനപ്പോൾ കാപ്പിയൊക്കെ കുടിച്ചത്. അപ്പോൾ ഞാൻ കഴിക്കുന്ന എൻ്റെ പച്ചു വന്നെടുത്തിരുന്നപ്പോൾ ഇടയ്ക്ക് ഞാൻ വായിലൊക്കെ വെച്ച് കൊടുത്ത്. അങ്ങനെ അച്ചൂസിന് വണ്ടി വരാനുള്ള സമയമൊക്കെ ആയിട്ടുണ്ട്.
അപ്പോൾ ഞാൻ പിന്നെ കാപ്പി കുടിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും വണ്ടി വന്നു. അങ്ങനെ അച്ചിക്കുട്ടനെ വണ്ടി വന്നപ്പോൾ കൊണ്ട് ആക്കുവാണ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞപ്പോൾ അമ്പുക്കുട്ടൻ എഴുന്നേറ്റായിരുന്നു. അപ്പോൾ അമ്പുവിൻ്റെ ഊഞ്ഞാൽ നമ്മൾ ഇവിടെയാണ് ഇട്ടേക്കുന്നത്. അങ്ങനെ കുറച്ച് നേരം അമ്പൂന് ഊഞ്ഞാലേക്ക് ഇരുത്തി ആട്ടി. അപ്പോൾ ഇത്രേ ഉള്ളൂ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറന്നു പോകരുത്. എല്ലാവർക്കും ബൈ.